നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഗസയെപ്പറ്റി നമുക്ക് വീണ്ടും സംസാരിക്കേണ്ടി വരികയാണ്. ഇത്രയും വലിയ അനീതികൾ നടക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക? കഴിഞ്ഞ ദിവസം UN രക്ഷാസമിതിയിൽ അൾജീരിയ വെടിനിർത്തൽ പ്രമേയം കൊണ്ടുവന്നു. അമേരിക്ക അതിൻ്റെ വീറ്റോ പവർ ഉപയോഗിച്ച് അതിനെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ് അമേരിക്ക പറയുന്ന ന്യായം. അതായത് ഏകപക്ഷീയമായ ഇത്തരം വെടിനിർത്തൽ അത് ഹമാസിന് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സമാധാന ശ്രമങ്ങളെ പൂർണ്ണമായും അമേരിക്ക നിരാകരിച്ചത്. ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ല എന്നുള്ളത് കൂടിയാണ്. മൂന്നാമത്തെ തവണയാണ് അമേരിക്ക UN രക്ഷാസമിതിയിൽ ഇത്തരം സമാധാന ശ്രമങ്ങളെ പ്രമേയത്തെ വീറ്റോ ചെയ്യുന്നത്. അമേരിക്കയുടെ നിലപാട് തുടരെ വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുക കൂടിയാണ്. ഈ വിഷയമാണ് ആദ്യം പരിശോധിക്കുന്നത്. ദൗദ് സർ, പലകുറി നമ്മൾ സംസാരിച്ചതാണ് ഇതുമായി ബന്ധപ്പെട്ട്. അമേരിക്ക ഇടയ്ക്കൊക്കെ ഇരയ്ക്കൊപ്പം നിൽക്കുന്നുവെന്ന് തോന്നിപ്പിക്കും, അതേസമയം വേട്ടക്കാരൻ്റെ കൂടെ നിന്ന് ശക്തമായ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ ഒരു ആക്രമണത്തിൽ ഇസ്രായേലിനുള്ള അതേ താല്പര്യം തന്നെയാണോ അമേരിക്കയ്ക്കുള്ളത്? തീർച്ചയായും അമേരിക്കയുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ താല്പര്യം തന്നെയാണ്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു സാങ്കേതികമായ ഒരു സ്വതന്ത്ര രാജ്യമാണെങ്കിലും പ്രയോഗത്തിൽ അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂണിറ്റാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം, ഈ UN രക്ഷാസമിതിയിൽ അമേരിക്ക വീറ്റോ ചെയ്തിരിക്കുന്നത് എന്താണ്? യുദ്ധം അവസാനിപ്പിക്കണം എന്ന പ്രമേയമാണ്. വെടിനിർത്തണം, മനുഷ്യരെ കൊല്ലുന്നത് നിർത്തണം എന്ന് പറയുന്ന ഒരു പ്രമേയത്തെയാണ് ലോകത്തെ ഏറ്റവും പുരോഗമന ജനാധിപത്യ രാജ്യം, ലോകത്തിൻ്റെ കാവൽക്കാരൻ, ലോക സമാധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു രാജ്യം വീറ്റോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ അൾജീരിയയാണ് ഈ പ്രമേയം കൊണ്ടുവരുന്നത്. 15 അംഗങ്ങളുള്ള UN സെക്യൂരിറ്റി കൗൺസിൽ, അതിൽ 13 അംഗരാജ്യങ്ങളും, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, 13 അംഗരാജ്യങ്ങളും ഈ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നു. അതായത് ഈ ക്രൂരത അവസാനിപ്പിക്കണം, മനുഷ്യർക്ക് കണ്ടു നിൽക്കാൻ സാധ്യമല്ലാത്ത ഈ ക്രൂരതയുടെ വിളയാട്ടം ഇത് അവസാനിപ്പിക്കണമെന്ന് UN രക്ഷാസമിതിയിലെ 15 അംഗരാജ്യങ്ങളിൽ 13 അംഗരാജ്യങ്ങളും ആവശ്യപ്പെടുന്നു. ബ്രിട്ടൻ മാറി നിൽക്കുന്നു. ബ്രിട്ടൻ യെസ് എന്നോ നോ എന്നോ പറയാതെ അബ്സ്റ്റെയിൻ ചെയ്യുന്നു. US അതിനാവശ്യമായി അതിൻ്റെ കയ്യിലുള്ള വീറ്റോ പവർ ഉപയോഗിച്ച് അത് വീറ്റോ ചെയ്യുന്നു. അപ്പോൾ ഇത് ഒന്നാമത്തെ തവണയല്ല, മൂന്നാമത്തെ തവണയാണ് ഇത് സംഭവിക്കുന്നത്. ഇതേ പാറ്റേണിൽ സംഭവിക്കുന്നത്, അതുകൂടെ മനസ്സിലാക്കണം. ഇതേ വോട്ടിംഗ് പാറ്റേണിൽ സംഭവിക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യം, ലോകത്തിൻ്റെ മറ്റൊരു പ്രദേശത്ത് നടക്കുന്ന മനുഷ്യരാശി ഇതുവരെയും കണ്ടിട്ടില്ലാത്ത അത്രയും മാരകമായിട്ടുള്ള ഒരു വംശഹത്യാ പദ്ധതി അത് അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിന് തടയിടുന്നു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, UN ഉണ്ടായൊരു പശ്ചാത്തലം എന്താണ്? UN രൂപീകരിക്കപ്പെടുന്ന രണ്ടാം ലോകം, ഈ ലോക യുദ്ധങ്ങളുടെ കെടുതികൾ അനുഭവിച്ച മനുഷ്യർ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. ലോക സമാധാനം എന്നുള്ളതാണ് UNൻ്റെ അതിൻ്റെ രൂപീകരണത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. അപ്പോൾ യുദ്ധം ഉണ്ടാവുന്നത് തടയുക, ഉണ്ടായ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുക, എത്രയും പെട്ടെന്ന് നിർത്തലാക്കുക, ഇതാണ് UN നിന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിവൈസാണ് സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം എന്ന് പറയുന്നത്. സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയത്തിൻ്റെ പ്രത്യേകത, UN ജനറൽ അസംബ്ലി പ്രമേയത്തിന് വ്യത്യസ്തമായി സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയത്തിനുള്ളൊരു സാധ്യത എന്താണെന്ന് വെച്ചാൽ അത് ബൈൻഡിങ് ആണ് എന്നുള്ളതാണ്, മാൻഡേറ്ററി ആണെന്നുള്ളതാണ്. ഒരു UN അംഗരാജ്യം അത് അനുസരിക്കാൻ ബാധ്യസ്ഥമാണ്. പക്ഷേ ഇസ്രായേൽ അത് അനുസരിച്ചിട്ടുണ്ടോ എന്നുള്ളത് വേറെ ചോദ്യം. പക്ഷേ നിയമപരമായി UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഒരു പ്രമേയം അംഗീകരിക്കുവാൻ ഒരു അംഗരാജ്യം ബാധ്യസ്ഥമാണ്. അത് അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണെങ്കിൽ ആ രാജ്യത്തിനെതിരെ ഉപരോധം കൊണ്ടുവരാൻ സാധിക്കും. അതാണ് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ അല്ലെങ്കിൽ UNൻ്റെ തന്നെ ഏറ്റവും വലിയ ദൗർബല്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു നിലക്കും ജനാധിപത്യപരമായി ഒരു നിലക്കും വ്യാഖ്യാനിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ന്യായീകരിക്കാൻ പറ്റാത്ത വീറ്റോ പവർ എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ കിടപ്പുണ്ട്. ആർക്കാണ് വീറ്റോ പവർ ഉള്ളത്? 5 രാജ്യങ്ങൾ, 5 സ്ഥിരാംഗങ്ങൾ. ഇതെങ്ങനെയാണ് സാധ്യമാവുക? ഇവിടെ തന്നെ നമുക്ക് 13 അംഗങ്ങളും ഒരു കാര്യത്തിനും വേണ്ടി വാദിക്കുന്നു, അല്ലെങ്കിൽ സമാധാനം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രം സമാധാനം വേണ്ട, യുദ്ധമാണ് വേണ്ടത് എന്ന് പറയുന്നു. അപ്പോഴേക്ക് ഈ ലോകത്തെ മറ്റു രാജ്യങ്ങളുടെ എല്ലാം താല്പര്യങ്ങൾ അവഗണിച്ച് ഒരു രാജ്യത്തിൻ്റെ വീറ്റോ പവർ ഉപയോഗിച്ച് ലോക സമൂഹത്തിൻ്റെ താല്പര്യത്തെയും ആഗ്രഹത്തെയും തടയാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ജനാധിപത്യത്തിൻ്റെ പ്രാഥമികമായ തത്വങ്ങൾ ലംഘിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഈ വിഷയം ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, വീറ്റോ പവർ എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ചുള്ള ഡിസ്കഷൻ അത് ലോകത്ത് വീണ്ടും ഉയർന്നു വരികയാണ്. രണ്ടാമത്തെ, ആർക്കാണ് വീറ്റോ പവർ? എന്തുകൊണ്ട് ഈ 5 സ്ഥിരാംഗങ്ങൾ മാത്രം?
ഇപ്പോൾ ലോകത്ത് ജനാധിപത്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. ലോകത്ത് ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യക്ക് വീറ്റോ പവർ ഇല്ല. ഈ ടർക്കിഷ് പ്രസിഡന്റ് എർദോഗൻ സ്ഥിരമായി പറയുന്ന ഒരു പ്രയോഗമുണ്ട്. വേൾഡ് ഈസ് ബിഗർ ദാൻ 5 എന്ന് പറയുന്ന ഒരാശയം. വേൾഡ് ഈസ് ബിഗർ ദാൻ 5 എന്ന് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ 5 രാജ്യങ്ങളല്ല ലോകം എന്ന് പറയുന്നത്. ബിഗർ ദാൻ 5. അപ്പോൾ അടിസ്ഥാനപരമായി വീറ്റോ പവർ എന്നുള്ള ആശയം തന്നെ അവസാനിപ്പിക്കണം. ഇനി അഥവാ അങ്ങനെ ഏതെങ്കിലും നിലക്കുള്ള ഇതിൻ്റെ ഒരു നിർവഹണത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി അങ്ങനെ ഒരു വീറ്റോ പവർ നിലനിർത്തുകയാണെങ്കിൽ അതിനെ ജനാധിപത്യവൽക്കരിക്കണം. അതിനെ റൊട്ടേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ എന്തെങ്കിലും ഒരു റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ കൊണ്ടുവരണം, പ്രാതിനിധ്യ സ്വഭാവം കൊണ്ടുവരണം. ഏഷ്യ ഏറ്റവും ജനസംഖ്യയുള്ള ഭൂഖണ്ഡമാണ്. ഏഷ്യയിൽ നിന്ന് ഒരേ ഒരു രാജ്യമേ ഉള്ളൂ ഈ സ്ഥിരാംഗമായിട്ട്, ചൈന മാത്രമേ ഉള്ളൂ. ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ അതിനകത്തില്ല. ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ആദ്യത്തെ 10 രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും ചൈന, ഇന്ത്യ, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, ജപ്പാൻ, ഇങ്ങനെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ വരുന്നത് ഏഷ്യയിൽ നിന്നാണ്. പക്ഷേ ഏഷ്യയുടെ റെപ്രസെൻറ്റേഷൻ 1 മാത്രമാണ്. ആഫ്രിക്കയിൽ നിന്ന് ഒരു രാജ്യം പോലും ഇല്ല. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഒരു രാജ്യമില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഈ സ്ഥിരാംഗങ്ങളെ നിശ്ചയിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? വീറ്റോ പവർ എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ UN എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ചുള്ള ഫണ്ടമെൻ്റലായ ചോദ്യങ്ങളാണ്. ഇത് ജനാധിപത്യ വിരുദ്ധമായുള്ളൊരു ഏർപ്പാടാണ്. ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ഇത് സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് അതിനെതിരെയുള്ള വിമർശനം. ആ വിമർശനത്തെ വീണ്ടും ശക്തിപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു, ഞാൻ മുമ്പ് പറഞ്ഞില്ല, ഈ ഗസ യുദ്ധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പുതിയ ഈ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം എന്ന് പറയുന്നത് അത് ഫലസ്തീനിൽ അല്ലെങ്കിൽ ആ ഒരു ജിയോഗ്രഫിയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു സംഗതിയാവില്ല. നിലവിലുള്ള ലോക രാഷ്ട്രീയ ഘടനയെ തന്നെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു സംഘർഷമാണത്. ഞാൻ പലവട്ടം ഔട്ട് ഓഫ് ഫോക്കസ് പറഞ്ഞ കാര്യമാണ്. ഈ പുതിയൊരു സംഭവം വീണ്ടും ലോകത്ത് ഈ നിലക്കുള്ള ആലോചനകൾ, UN-നെ കുറിച്ച് തന്നെയുള്ള അടിസ്ഥാനപരമായ ആലോചനകൾക്ക് ലോകത്ത് കൂടുതൽ ശക്തി പകരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജിംസ്, ഇപ്പോൾ നമുക്കറിയാം ഈ വംശഹത്യാ കേസുമായി അന്താരാഷ്ട്ര കോടതിയിലൊക്കെ വാദം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 56 രാജ്യങ്ങളെന്തോ ഇസ്രായേലിനെതിരെ സംസാരിക്കുകയും വാദിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞു. പക്ഷേ അതായത് ആ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മെജോറിറ്റി ആളുകൾ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കുപരി ഗസയിലെ ഈ വംശഹത്യ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അതിനൊക്കെ മറികടന്നുകൊണ്ട് ഈ വലിയൊരു ലോക താല്പര്യത്തെയൊക്കെ മറികടന്നുകൊണ്ട് അമേരിക്ക ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുമ്പോൾ ഇസ്രായേലിനെ പോലെ തന്നെ ഹമാസിനെ തുരത്തുക എന്നൊരു ലക്ഷ്യം മാത്രമാണോ അമേരിക്കയ്ക്ക്? 30,000 പേര് മരിച്ചല്ലോ ഇപ്പോൾ ഇതുവരെ. ഇപ്പം ഹിറ്റ്ലർ ഗ്യാസ് ചേമ്പറിലിട്ട് എത്ര ലക്ഷം ആളുകളെ കൊന്നുവന്ന് കറക്റ്റ് കണക്കൊന്നുമില്ല. അപ്പോൾ അത് നടക്കുന്ന സമയത്ത് അന്ന് പത്രങ്ങളേ ഉള്ളൂ, ടെലിവിഷൻ അത്ര പ്രചാരത്തിലില്ല. ആളുകൾ പത്രങ്ങളിലോ മറ്റോ വായിച്ചിട്ടുണ്ടാവും. പിന്നെ അതിനുശേഷം ജർമ്മനി മറ്റേ സഖ്യശക്തികൾ അധിനിവേശം നടത്തി, പിന്നെ അതിനെ മോചിപ്പിച്ചു. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. പിന്നെ വർഷങ്ങളോളം പല ഘട്ടങ്ങളിലായിട്ട് അവിടെ നിന്ന് പുറത്തു വരുന്ന കുറേ വിവരങ്ങളുണ്ട്, പുസ്തകങ്ങളിലൂടെയും ഒക്കെ പുറത്തു നിന്ന് കുറേ അധികം വിവരങ്ങളുണ്ടാവും. ഈ കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിൽ നമ്മൾ വംശഹത്യയെ വെറുക്കാൻ തുടങ്ങുന്നത് ഈ വിവരങ്ങൾ വായിച്ചിട്ടാണല്ലോ. അത് പതിറ്റാണ്ടുകൾ അതൊക്കെ വായിച്ചിട്ടാണ് നമ്മൾ വംശഹത്യക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നത്. മാനവരാശി അതിൻ്റെ നിലപാട് സ്വീകരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഫലസ്തീൻ്റെ ഇസ്രായേലിൻ്റെയും കോൺഫ്ലിക്റ്റിൻ്റെ ചരിത്രത്തിൽ ഇപ്പോൾ ഷബ്ര ഷാത്തില കൂട്ടക്കൊല 80കളിൽ നടന്നതാണ്. പിന്നെ 1949 ഇസ്രായേലിൻ്റെ ഫോർമേഷൻ തുടർന്നുണ്ടായ യുദ്ധം, ആ യുദ്ധത്തിലും കുറേ അധികം ആളുകളെ കൂട്ടക്കൊല ചെയ്യുകയും പലായനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ കഥ വായിക്കുമ്പോൾ നമുക്ക് അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് വായിച്ച ഓർമ്മകളാണ്. 49 നടന്ന, 60-ൽ നടന്ന യുദ്ധം, 80-ൽ നടന്ന കൂട്ടക്കൊല. അപ്പോൾ ഇങ്ങനെ എത്ര ആളുകൾ മരിച്ചു. അപ്പോൾ ആ വായിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ വളരെ ദുർബലമായൊരു ഫീലാണ്. എവിടെയോ എന്തോ നടന്നു. പക്ഷെ ഇതങ്ങനെയല്ല. ഈ തവണത്തെ യുദ്ധത്തിലെ പ്രശ്നം എന്ന് വെച്ചാൽ മില്യൺസ് ഓഫ് വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗസ ഈ ക്ലാഷ്, ഈ യുദ്ധത്തിൽ ആളുകളുടെ കൈവശം ഇതിന് ഒരുപാട് ദൃശ്യങ്ങളുണ്ട്. ലൈവ് സ്ട്രീംഡ് ജിനോസൈഡ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത് അറബ് കൺട്രീസിൽ മാത്രമോ അല്ലെങ്കിൽ ഏഷ്യയിൽ മാത്രമോ അല്ല ഇത് കാണുന്നത്. ഇത് ലോകത്തുള്ള കോടിക്കണക്കിന് മനുഷ്യരുടെ മൊബൈൽ ഫോണുകളിൽ ആ ദൃശ്യങ്ങൾ ഇപ്പോഴുണ്ട്, നമ്മുടെ കയ്യിലുമുണ്ട്. ആ ദൃശ്യങ്ങൾ നമ്മുടെ എവിടെയോ മെമ്മറിയിൽ കിടക്കുകയാണ് എന്ന് മാത്രമല്ല, ഇത് ഫോണിൻ്റെ മെമ്മറിയിൽ മാത്രമല്ല കിടക്കുന്നത്, ഈ ദൃശ്യങ്ങൾ കണ്ട മനുഷ്യരുടെ മനസ്സിൽ കിടക്കുകയാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ യുദ്ധം തുടങ്ങിയപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇത് രാജ്യാതിർത്തികളെ മാറ്റിവെക്കുന്ന യുദ്ധമാണെന്ന് പറയാൻ കാരണം ഇതിൽ ഇസ്രായേൽ ഒരു വലിയ സൈനിക ശക്തി ആയതുകൊണ്ട് ഇത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നോ അല്ലെങ്കിൽ ഹമാസ് അല്ലെങ്കിൽ ഫലസ്തീനികൾ വലിയ സംഭവമായതുകൊണ്ട് ഇത് പ്രശ്നമാകുമെന്നുള്ളതല്ല. ഈ നടന്ന സംഭവങ്ങൾ, ഈ ജനോസൈഡിൻ്റെ മുഴുവൻ ഇൻസിഡൻസ്, അതിൻ്റെ ഒരു ടൈം ലൈൻ വെച്ചിട്ടുള്ള ദൃശ്യങ്ങൾ മനുഷ്യരുടെ മനസ്സിനകത്ത് നിൽക്കുകയാണ്. ഇത് വളരെ പെട്ടെന്ന് വൈപ്പ് ഔട്ട് ചെയ്യാൻ കഴിയില്ല, മനുഷ്യരുടെ മനസ്സിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്യാൻ കഴിയില്ല. രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ രേഖകൾ കീറിക്കളയാം, രേഖകൾ ഇല്ലാതാക്കാം, അവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാം.
അന്വേഷണം നടത്തി അവിടെ ഒരു ജനസൈഡ് നടന്നിട്ടില്ല എന്ന് പറയാം. ഇപ്പോൾ ലോക നീതിന്യായ കോടതിക്ക് അത് ഒരു പ്രശ്നമല്ല, അത് നടന്നോട്ടെ, യുദ്ധം നടന്നോട്ടെ എന്ന് പറയാം. UN സെക്യൂരിറ്റി കൗൺസിലിന് വേണമെങ്കിൽ യുദ്ധം നിർത്തണ്ട എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് അത് വീറ്റോ ചെയ്യാം. ഇതൊക്കെ ചെയ്താലും മനുഷ്യരുടെ കൺമുമ്പിലുണ്ട് അവിടെ എന്താണ് നടന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ യുദ്ധം സമാനതകളില്ലാത്ത, ചരിത്രത്തിൽ സമാനതകളില്ലാത്തതും വലിയ തരത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, ഈ യുദ്ധം അവസാനിക്കേണ്ടത് അമേരിക്ക തീരുമാനിക്കുകയാണ്, ഇസ്രായേലും തീരുമാനിക്കുകയാണ്. എത്ര നാളത്തേക്ക് ഇത് സാധിക്കുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 2024 എന്ന ഈ വർഷം മുഴുവൻ ഒരു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. എത്ര നാൾ യുദ്ധം ചെയ്തുകൊണ്ട്? ഇപ്പോൾ റഫ അതിർത്തിയോട് ചേർന്ന് ഹമാസുകാർ അവിടെ മുഴുവൻ അവരാണ്. ഇനി നിലവിലുള്ള ഹമാസിനെ മുഴുവൻ ഇപ്പോൾ എന്താണ്, ഹമാസിനോട് നിങ്ങൾ കീഴടങ്ങാൻ പറയുക, അല്ലെങ്കിൽ മുഴുവൻ റഫേലിലുള്ള മുഴുവൻ ആളുകളെയും കൊന്നൊടുക്കി, ഹമാസിൻ്റെ ആളുകളെയും കൊന്നൊടുക്കി, ഗസയിൽ നിന്ന് ആളുകളെ ഓടിച്ച് ഗസ കീഴടക്കാന്ന് വെച്ചോ, ഇസ്രായേൽ യുദ്ധം ജയിക്കുമോ? ഈ യുദ്ധം തീരുമോ? ഈ ക്ലാഷ് തീരുമോ? തീരില്ല. അത് തീരില്ല. അതിന് തീരാനുള്ള കാരണം വെച്ചാൽ ഈ റെസിസ്റ്റൻസ് ഓഫ് ഫലസ്തീൻ എന്ന് പറയുന്നത് അതൊരാശയമാണ്. ആ ആശയം ആ ഫലസ്തീനുകൾ മുഴുവൻ പേരെയും, ഇപ്പോൾ അവിടെയുള്ള 21 ലക്ഷം മനുഷ്യരെയും കൊന്നൊടുക്കിയാൽ തീരില്ല. കാരണം അത്ര തന്നെ ആളുകൾ ഈ ഫലസ്തീൻ എന്ന ടെറിട്ടറി പുറത്ത് അഭയാർത്ഥികളെ കഴിയുകയാണ്. അവരും ഈ ഫലസ്തീന്റെ മോചനം, അവരെ തലമുറയും അത് കാണുകയാണ്. ഇപ്പൊ ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഉള്ള അത്രയും തന്നെ ആളുകൾ പ്രവാസികളായി പല രാജ്യങ്ങളിലും, തൊട്ടടുത്ത ജോർദാൻ, ലെബനാൻ പോലുള്ള രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ അവരെ കൊന്നൊടുക്കിയിട്ട് അതാണ് നമുക്ക് വി കാൻ കിൽ ആൻ ഐഡിയ. ഒരു ഐഡിയ നമുക്ക് കൊല്ലാൻ കഴിയില്ല, മനുഷ്യരെ നമുക്ക് കൊല്ലാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇവർ ചെയ്തുകൊണ്ടിരുന്ന ഭൂലോകം മണ്ടത്തരമാണ്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വീറ്റോ ചെയ്യാൻ ഓർഡർ കൊടുത്തു എന്നൊക്കെ എഴുതി. അയാൾ ചെയ്യുന്നത് മണ്ടത്തരമല്ല എന്ന് പറയാൻ പറ്റില്ല. അത് ചെയ്യുന്ന ഭൂലോക വിഡ്ഢിത്തരമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെതന്യാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന വിഡ്ഢിത്തരമാണ്. ഇത് അത്യാവശ്യം തലയിൽ താമസമുള്ള ആൾക്കാർ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് അവർക്ക് മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാൽ മനുഷ്യർ ഈ വികാരങ്ങൾ നയിക്കുമ്പോൾ, താല്പര്യങ്ങൾ നയിക്കുമ്പോൾ അവർക്ക് ഈ പറയുന്ന ബുദ്ധി മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് 21 ലക്ഷം മനുഷ്യരെ ഗസയിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്യുക, ഇനി ഹമാസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ തകർക്കുക, ഹമാസിനെ മുഴുവൻ കൊന്നു നിർത്തട്ടെ, ഞങ്ങൾ യുദ്ധം നിർത്തുള്ളൂ എന്ന് പറഞ്ഞാലും അവർ യുദ്ധം ജയിക്കാൻ പോകുന്നില്ല. ഇത് ജയിക്കാനുള്ള യുദ്ധമല്ല. ഇനി ഹമാസിന്റെ സൈഡിൽ നിന്നിട്ട് ഈ ലോകത്തെ ഈ സായുധ റെസിസ്റ്റൻസ്, സായുധമായ പ്രതിരോധങ്ങൾ, സായുധമായ ചെറുത്തുനിൽപ്പുകളൊന്നും യുദ്ധം ജയിച്ചിട്ടില്ല. ഇപ്പോൾ ഫലസ്തീൻ്റെ സൈഡിൽ നിന്ന് സംസാരിക്കുന്ന ആൾക്കാർ പറയും ഹമാസിനെ തോൽപ്പിക്കാൻ കഴിയില്ല, ഹമാസ് അവരെ ഒരിക്കലും. ഈ സായുധമായ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ, അത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സൗത്ത് ആഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിൽ നടന്ന പോരാട്ടമാവട്ടെ, ഇനി ബ്രിട്ടനെതിരെ ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി നടത്തിയ യുദ്ധങ്ങളാവട്ടെ, അൾജീരിയൻ സ്വാതന്ത്ര്യ സമരമാണ്. അൾജീരിയൻ സ്വാതന്ത്ര്യ സമരമായിരുന്നു നമ്മൾ സമീപകാല ചരിത്രത്തിൽ കണ്ട ഏറ്റവും രക്തരൂക്ഷിതമായ സ്വാതന്ത്ര്യ സമരം. അവരൊന്നും യുദ്ധം ജയിക്കുകയല്ല ഇത്. അവർ ചെറുത്തുനിൽപ്പിലൂടെ അതൊരു സന്ധി സംഭാഷണത്തിലേക്ക് വലിയ ശക്തികളെ നയിക്കാനാണ് അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അല്ല അവർ ആ സൈന്യത്തെ തോൽപ്പിച്ചോടിക്കുകയോ എന്നല്ല ചെയ്തത്. അപ്പോൾ അങ്ങനെ ഹമാസിന് ഇസ്രായേലിനെ ജയിച്ച് സ്വാതന്ത്ര്യം നേടും എന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അങ്ങനെ വിചാരിക്കുന്നവരെ മൂഢസ്വർഗത്തിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത് ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് യുദ്ധം നിർത്തുക, ചർച്ച ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അത് മനസ്സിലാക്കാത്തത് ഇസ്രായേലിനും അമേരിക്കയും മാത്രമാണ്.